മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്. അല്ലയോ ദാവൂദ് നബിയേ, ആ കാണുന്ന പർവ്വതമില്ലേ, ആ പർവ്വതത്തിന്റെ മുകളിൽ ഒരാൾ ഉണ്ട്. 700 വർഷമായി അല്ലാഹുവിനെ ആരാധിക്കുകയാണ്. 700 വർഷമായി അല്ലാഹുവിനെ ആരാധിക്കുന്നു. ഒരു പാപത്തിന് എന്നോട് പാപമോചനത്തെ തേടുന്ന ഒരാളാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്. ആ മലയുടെ മുകളിൽ ഒരാൾ 700 വർഷമായി ഇബാദത്ത് ചെയ്യുന്നു. അയാൾ 700 വർഷമായി ഓരോ ദിവസവും അല്ലാഹുവിനോട് പാപമോചനത്തെ തേടുകയാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അതേ പറയപ്പെട്ട വലിയ മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ അതാ ഒരാള് അല്ലാഹുവിനെ ആരാധിക്കുകയാണ്, ഇബാദത്ത് ചെയ്യുകയാണ്, റബ്ബിനോട് പാപമോചനത്തെ തേടുകയാണ്. ആ മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യ, 700 വർഷമായില്ലേ നിങ്ങൾ ഇവിടെ ഇബാദത്ത് ചെയ്യുന്നു? ഇത്രയും കാലം ഇവിടെ ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിനോട് പാപമോചനത്തെ തേടാൻ നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണ്? എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത്? അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, ദാവൂദ് നബിയേ, നിങ്ങൾ അറിയുമോ, ഞാൻ എൻ്റെ വീട്ടിന്റെ മുകളിലൂടെ നടന്നു പോവുകയായിരുന്നു. 2 നിലയുള്ള വീടാണ്. ആ വീടിന്റെ മുകളിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മണ്ണ് കൊണ്ട് നിർമ്മിച്ച വീടാണ്. ആ വീട്ടിന്റെ 2ാമത്തെ നിലയിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ കാലുകൾ തട്ടിയിട്ട് അല്പം മണ്ണ് താഴെ വീണുപോയി. താഴെ വീഴുന്ന സമയത്ത് എന്റെ പൊന്നാര ഉമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ ഉമ്മാന്റെ തലയുടെ മുകളിലേക്കാണ് ആ മണ്ണ് വീണത്. ആ വലിയ തെറ്റിന് റബ്ബിനോട് പൊരുത്തപ്പെടിക്കാനാണ് 700 കൊല്ലക്കാലമായി ഞാൻ അല്ലാഹുവിനോട് പാപമോചനത്തെ തേടുകയാണ്. സുബ്ഹാനല്ലാഹ്. മണ്ണിന്റെ മുകളിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ ആ മകന്റെ കാല് തട്ടിയിട്ട് അല്പം മണ്ണ് ഉമ്മാന്റെ തലക്ക് മുകളിൽ വീണുപോയി. ആ പാപം പൊറുക്കപ്പെടിപ്പിക്കാൻ വേണ്ടി 700 വർഷക്കാലം അല്ലാഹുവിനോട് തൗബ ചെയ്യുകയാണ്. ഈ വിവരം ദാവൂദ് നബി അലൈഹിസ്സലാം അറിഞ്ഞപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വീണ്ടും അല്ലാഹുവിന്റെ സന്തോഷ വാർത്ത ലഭിക്കുകയാണ്. ദാവൂദ് നബിയെ, അദ്ദേഹത്തിന്റെ പാപം അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് സന്തോഷ വാർത്ത അറിയിക്കണേ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം വീണ്ടും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. മലമുകളിൽ കയറിയിട്ട് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനോട് പറയുന്നു, മനുഷ്യ, നിങ്ങൾ ചെയ്തു പോയ വലിയ തെറ്റുണ്ടല്ലോ, ആ തെറ്റ് റബ്ബ് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, മാപ്പ് ചെയ്തിരിക്കുന്നു. ഈ വിഷമം, ഈ സന്തോഷ വാർത്ത അദ്ദേഹം കേട്ടപ്പോ അദ്ദേഹം പിന്നെയും തന്റെ സങ്കടം പറയാൻ തുടങ്ങി. ഞാനതാ നടന്നു പോകുമ്പോ ആ മണ്ണ് താഴെ വീണില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും പറഞ്ഞ് അദ്ദേഹം പിന്നെയും കരയുകയാണ്. സന്തോഷ വാർത്ത ലഭിച്ച താമസം ഭൂമിയിലേക്ക് വീണിട്ട് സുജൂദ് ചെയ്യുന്നു, നെറ്റിത്തടം ഭൂമിയിൽ വെക്കുന്നു, റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്നു. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നീണ്ട സുജൂദിൽ കിടന്നിട്ട് ആ സഹോദരൻ 700 വർഷം റബ്ബിനെ ആരാധിച്ച സഹോദരൻ ആ സുജൂദിലായി അങ്ങ് മരണപ്പെട്ടു പോകുന്നു.
വലിയ മഹാന്മാര് അവരുടെ കിതാബുകളിലെ നമുക്ക് പഠിപ്പിച്ചിരുന്ന വലിയ ചരിത്രങ്ങളാണ്. സ്വന്തം ഉമ്മയെ വേദനിപ്പിക്കല്ല, പ്രയാസപ്പെടുത്തല്ല, വേദനിപ്പിക്കല്ല. അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗമില്ല. ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം. അള്ളാഹുവേ, ആ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആ സ്വർഗം അല്ലാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് ഉമ്മയോട് ഉപ്പയോടൊക്കെ വലിയ സ്നേഹം വേണം, വലിയ മഹബ്ബത്ത് വേണം. ഒരു ചെറിയ നിസ്സാരമായ അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി പോകരുത്. ചെറിയ മക്കളായാലും വലിയവരായാലും കണ്ണ് പോയാലേ കണ്ണിന്റെ വിലയറിയൂ എന്ന് പറയുന്നത് പോലെ ഉമ്മ പോയാലേ ഉമ്മയുടെ വില അറിയോ. വീട്ടിലേക്ക് ചെന്നിട്ട് ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ വിളി കേൾക്കാൻ ഒരു ഉമ്മ അവിടെ ഉണ്ടെങ്കിലോ അതൊരു സന്തോഷമാണ്, അതൊരു ആനന്ദമാണ്. ഉമ്മ അവിടെ ഇല്ലെങ്കിലോ സുബ്ഹാനല്ലാഹ്, എന്തൊരു വേദനയാണ്, എന്തൊരു ദുഃഖമാണ്. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാരുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസുലാക്കട്ടെ. ഇന്നും ഞാൻ 2-3 ദിവസമായി 4-5 ദിവസമായി നാട്ടിൽ നിന്ന് വന്നിട്ട് ഉമ്മ വിളിച്ചു. ഒരുപാട് ആളുകൾ ഉമ്മാനോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്.